കൂരിരുൾ താഴ്വരയതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വരയതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 37 സങ്കീർത്തനം 30 വാക്യം. നീതിമാന്റെ വായ ജ്ഞാനം പ്രസ്താവിക്കുന്നു, അവൻ്റെ നാവ് ന്യായം സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ നിയമം നീതിമാന്റെ ഹൃദയത്തിൽ വസിക്കുകയും അവരുടെ ചിന്തകളെയും സംസാരത്തെയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിനാൽ നീതിമാന്റെ വാക്കുകൾ ജ്ഞാനവും ന്യായവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നീതിപൂർവം ജീവിക്കുന്നവർ ജ്ഞാനത്തോടെയും വിവേകത്തോടെയും സംസാരിക്കുന്നുവെന്ന് ഈ വാക്യം ഊന്നിപ്പറയുന്നു. നീതിമാന്മാരുടെ സ്വഭാവത്തെയും ദുഷ്ടന്മാരുടെ സ്വഭാവത്തെയും ഈ വാക്യം താരതമ്യം ചെയ്യുന്നുണ്ട്. പ്രിയ സ്നേഹിതരെ, ദൈവഹിതത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ധാരണ ജ്ഞാനപൂർവവും നീതിയുക്തവുമായ ആശയവിനിമയത്തിൽ എത്തിച്ചേരുന്നു. ദൈവവചനം ഹൃദയത്തിൽ നിറയുമ്പോൾ അവൻ്റെ ജ്ഞാനവും നീതിയും നാവിലൂടെ പുറത്തോട്ട് ഒഴുകും. നീതിമാന്റെ വായ ജീവൻ്റെ ഉറവയാകുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് വായ സംസാരിക്കുന്നത്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ജീവനും സമാധാനവും പ്രത്യാശയും നൽകുവാൻ ഇടയായിത്തീരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ നാവിനെ ജീവൻ്റെ ഉറവയാക്കി രൂപപ്പെടുത്തണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.